ഡോക്ടർ പ്രമീള ദേവി, ആതുരാലയത്തിനകത്ത് വെച്ചാണ് യുവതിയായ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുന്നതും കൊല്ലപ്പെടുന്നതും. RG കെയർ ആശുപത്രിയിലുള്ള ചിലർ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇവരെ ആശുപത്രി അധികൃതരും ഒപ്പം പോലീസും സംരക്ഷിക്കുന്നു. ഈ ദാരുണ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാരിന് കുലുക്കമൊന്നുമില്ല. കാരണം മമതയുടെ ബംഗാളിൽ ഇതൊന്നും പുതിയതല്ലല്ലോ. ഭരണാധികാരി ഒരു വനിതയായിട്ട് കൂടി സ്ത്രീകൾ തുടർച്ചയായി മാനഭംഗത്തിന് ഇരയാവുന്നതും ക്രൂരവും നിന്ദ്യവുമായി കൊല ചെയ്യപ്പെടുന്നതും എന്തുകൊണ്ടാണ്? മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? നമസ്കാരം. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ഒരു വനിതയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അധികാരഭ്രാന്ത് മുഴുത്ത ഏത് അതിക്രമം നടന്നാലും ശരി, ആരുടെ ചോര തെരുവുകളിൽ ഒഴുകിയാലും ശരി, തനിക്ക് മുഖ്യമന്ത്രി ആയിരിക്കണം, അധികാരം ലഭിക്കണം എന്ന് ആർത്തി പൂണ്ട ഒരു പൈശാചിക മനസ്സിന്റെ ഉടമയാണ് അവരെന്ന് പറയേണ്ടി വരും. കാരണം ശ്രീമതി മമതാ ബാനർജി വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത വായനയില്ലാത്ത ആളല്ല. നിരവധി പുസ്തകങ്ങൾ രചിച്ച വിദ്യാസമ്പന്നയായ ഒരു വ്യക്തി എന്ന് പലപ്പോഴും മാധ്യമങ്ങളും ബുദ്ധിജീവികളും അവരെ പാടിപ്പുകഴ്ത്തുന്നത് കാണാറുണ്ട്. ലളിത ജീവിതം മാത്രം നയിക്കുന്ന വനിത എന്ന് പ്രശംസിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ വായനയും എഴുത്തും ലളിതമായ ജീവിത ശൈലിയും ഒന്നും അവരുടെ യഥാർത്ഥ പ്രകൃതമല്ല പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം താങ്കൾ പറഞ്ഞ പോലെ പുതിയതല്ലെന്ന് മാത്രമല്ല, പതിവ് വാർത്തകളിൽ ഒന്നു മാത്രമായി തീർന്നിരിക്കും. ഇനി പശ്ചിമ ബംഗാളിലെ മാധ്യമങ്ങൾ ചരമക്കോളങ്ങൾ പോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഒരു പതിവ് കോളം ആരംഭിച്ചാൽ പോലും അതിശയിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. സന്ദേശ് ഖലി നാം ആരും മറന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ? ഇവയെക്കുറിച്ച് കേവലം അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ. മനുഷ്യരാശിക്കെതിരെ, ജീവനെതിരെ, ജീവിതത്തിന്റെ മൂല്യത്തിനെതിരെ നടക്കുന്ന ഇത്തരം പിശാച സദൃശമായ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ആവർത്തിക്കുന്നത്? മമതാ ബാനർജിയെ കുറിച്ച് അതിശക്തയായ ഭരണാധികാരി എന്നാണല്ലോ നാം ഒക്കെ മനസ്സിലാക്കുന്നത്. അതിശക്തയാണെങ്കിൽ അവർക്ക് വിരൽ തുമ്പിന്റെ ചലനം കൊണ്ട് പോലീസിനെ പ്രവർത്തന സജ്ജമാക്കാനും ഇത്തരം ബീഭത്സമായ കൃത്യങ്ങൾ അവസാനിപ്പിക്കാനും കഴിയും. പക്ഷെ അവരതിന് തയ്യാറാവാത്തത് അതൊരു നിസ്സാര കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അധികാരത്തിന്റെ കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി, കസേരയുടെ കാലുകൾ ദൃഢമായി ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ അവരഴിച്ചു വിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 9 നടന്ന സംഭവം മനുഷ്യരാശിക്ക് മാനക്കേടുണ്ടാക്കുന്നതാണ്. ജീവൻ രക്ഷിക്കുന്ന, ജീവൻ കാക്കുന്ന വിരലുകളുള്ള ഒരു യുവ ഡോക്ടറാണ്, വനിതാ ഡോക്ടറാണ് ആശുപത്രിക്കുള്ളിൽ വെച്ച്, സെമിനാർ മുറിയിൽ വെച്ച് അത്യധികം ഭയാനകമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടത്. അതിനെ മാനഭംഗം ചെയ്യപ്പെട്ടു എന്നോ കൊലപ്പെടുത്തി എന്നോ പറഞ്ഞാൽ പോരാ. അതിനപ്പുറം ശോചനീയമായ അവസ്ഥയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത സന്ദർഭത്തിൽ അവരുടെ ശരീരം കണ്ടെത്തിയത്. അത്ര ഭീകരമായ ഒരു സംഭവം നടന്നതിന്റെ പിന്നിൽ എന്താണ്? കേവലം മദ്യമോ മയക്കുമരുന്നോ കഴിച്ച ചിലരുടെ ലൈംഗിക വാഞ്ച അതിരുവിട്ടതാണോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ചില കുൽസിത ചിന്തകളാണോ? അതോ അതിനുമപ്പുറം മമതാ ബാനർജി സർക്കാരിനുൾപ്പെടെ പങ്കുള്ള ഭീകരമായ ഏതെങ്കിലും റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ബഹുമാന്യനായ ഡിവിഷൻ ബെഞ്ച് ശ്രീ ശിവജ്ഞാനം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്കും മറ്റും ഇടിച്ചു കയറിയ ആൾക്കൂട്ടം, അത് ആരുടെ പ്രേരണയാലാണ് അത്തരമൊരു സംഭവം ഉണ്ടായത്? മമതാ ബാനർജി വളരെ കൗശലക്കാരിയായതുകൊണ്ട് ഇത് പ്രതിപക്ഷത്തിന്റെ താല്പര്യമാണെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചാലും ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ആർക്കു വേണ്ടി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ്? ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് അവരത്തരം ഒരു പ്രവൃത്തി നടത്തിയത്? ബഹുമാന്യനായ ജസ്റ്റിസ് ചോദിക്കുന്നു,
ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണം നടക്കുന്നതിനെ കുറിച്ച് പോലീസിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. സമ്പൂർണ്ണ പരാജയമായിരിക്കുന്നു സംസ്ഥാന ഭരണം എന്ന് കോടതിയും ബഹുമാന്യനായ ബംഗാൾ ഗവർണറും നിരീക്ഷിക്കുന്നു. ഇത്തരത്തിൽ വളരെ ദയനീയമായ സംഭവങ്ങൾ പതിവായിട്ട് മാറുമ്പോൾ മമതാ ബാനർജിയെ കുറിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നല്ല പറയേണ്ടത്, അധികാര ഭ്രാന്ത് പിടിച്ച, ആരെ കൊലയ്ക്കു കൊടുത്തും തന്റെ കസേര ഉറപ്പിക്കുന്ന ഹിറ്റ്ലറെ പോലെയുള്ള ധാരാളം ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ വംശത്തിൽപ്പെട്ട ഒരാൾ. പക്ഷേ ഏറ്റവും ദയനീയമായ കാര്യം, ഇന്ത്യ സഖ്യത്തിന്റെ INDI മുന്നണിയിലെ ഒരു അംഗമാണ്, നേതാവാണ്, വനിതാ മുഖ്യമന്ത്രി എന്ന് പുകഴ്ത്തപ്പെടുന്ന ഈ മമതാ ബാനർജി. ഇന്ത്യ സഖ്യം എന്താണ് ഈ സംഭവത്തിൽ പറയുന്നത്? മമതാ ബാനർജിയെ ഇത്ര താറുമാറായ സംസ്ഥാന ഭരണം കൈകാര്യം ചെയ്യുന്ന നിർദ്ദയയായ ഭരണാധികാരി എന്ന് നൊട്ടോറിറ്റി നേടിയിട്ടുള്ള, കുപ്രസിദ്ധി നേടിയിട്ടുള്ള മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അവർ തയ്യാറാകുമോ? ഇന്ത്യ സഖ്യത്തിൽ ഇനി മമതാ ബാനർജിക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാനും അവരെ ഒഴിവാക്കാനും തയ്യാറാകുമോ? അതോ ആരെ കൂട്ടുപിടിച്ചും രാജ്യത്തിന്റെ ഭരണം ദുർബലപ്പെടുത്തുക എന്ന മോഹം മാത്രമാണെങ്കിൽ മമതാ ബാനർജിക്ക് തുടർന്നും ഇന്ത്യ സഖ്യത്തിൽ സ്ഥാനമുണ്ടാകുമോ? ഒരേ ഒരു കാര്യമേ നമുക്കൊക്കെ പറയാനുള്ളൂ. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നവരാണ് ഡോക്ടർമാർ. അവരുടെ ജോലിക്ക് സമയക്രമമില്ല, അവരുടെ കഷ്ടപ്പാടിന് പരിധികളില്ല. ഓരോ രോഗിയും ഡോക്ടറെ ഈശ്വര തുല്യനായിട്ടാണ് കാണുന്നത്. നമുക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈശ്വരന്റെ രൂപമാണ് ഡോക്ടർക്കുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർക്ക് നേരെ ഇത്ര ഭീകരമായ സംഭവം നടന്നെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യത്വമാണ് നശിക്കുന്നത്, മനുഷ്യരാശിയാണ് ലജ്ജിച്ച് തല കുനിച്ചു പോകുന്നത്. കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് നമുക്കറിയാം. ഇനിയെങ്കിലും ഒരു ഡോക്ടർക്ക് നേരെയും ഒരാളും കൈ ഉയർത്താത്ത തരത്തിൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ചെയ്യാൻ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഒരു ഡോക്ടറുടെയും ജീവൻ ഇനി പൊലിയാൻ പാടില്ല. ജീവൻ കാക്കുന്ന ശ്രേഷ്ഠമായ കൈകൾ തകർന്ന് തരിപ്പണമാകാൻ പാടില്ല. അത്രയ്ക്കുള്ള സാമാന്യ നന്മയെങ്കിലും മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. യെസ്.